റാപ്പ് ഗായകൻ വേടനെതിരായ പുലിപ്പല്ലി കേസിൽ വനം വകുപ്പിന് തിരിച്ചടി. ഗായകൻ മൃഗവേട്ടയോ വ്യാപാരമോ നടത്തിയിട്ടില്ല. വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് പുലിപ്പല്ലാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും കോടതി സൂചിപ്പിച്ചു. പ്രദീപ് ജോസഫ് ചേർന്നുണ്ട്. പ്രദീപ്, എന്താണ് വളരെ പ്രധാനപ്പെട്ട ചില ഇടപെടൽ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്? എന്തെല്ലാം വിവരങ്ങൾ? ഇന്നലെയാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വേടന് ജാമ്യം അനുവദിച്ചത്. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പുലിപ്പല്ല് കേസിൽ നിലവിൽ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യ നിലനിൽക്കില്ല എന്ന് ജാമ്യ ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നു. കാരണം വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് പുലിപ്പല്ലാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനായിട്ടില്ല. മാത്രവുമല്ല, നേരത്തെ ഇത്തരം ക്രിമിനൽ കേസുകളിൽ ഒന്നും വേടൻ ഉൾപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം പോലീസ് കഞ്ചാവ് പിടികൂടിയ കേസ് മാത്രമാണ് വേടനെതിരെ നിലവിലുള്ളത്. മാത്രമല്ല, ജാമ്യ വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിച്ചുകൊള്ളാമെന്ന് വേടൻ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പുലിപ്പല്ലാണ് പിടിച്ചെടുത്തത് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനാകാത്ത സാഹചര്യത്തിൽ ജാമ്യം നിഷേധിക്കുന്നത് ഉചിതമാകില്ല എന്ന് കണ്ടാണ് വേടന് ജാമ്യം അനുവദിക്കുന്നത് എന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം ജാമ്യ വ്യവസ്ഥകൾ കർശനമാണ്. കാരണം എല്ലാ വ്യാഴാഴ്ചകളിലും കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തി ഹാജരാകേണ്ടതുണ്ട്. കൂടാതെ കോടതിയുടെ അനുമതി കൂടാതെ യാതൊരു കാരണവശാലും കേരളം വിട്ട് പുറത്ത് പോകാൻ പാടില്ല. സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്താൻ പാടില്ല. സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ ആരുമായ കൂടിക്കാഴ്ചയ്ക്കോ അത്തരം സാഹചര്യങ്ങളൊന്നും കോടതി അനുവദിച്ചിട്ടുമില്ല. എന്തായിരുന്നാലും പുലിപ്പല്ലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അല്ല താൻ ഇത് ഉപയോഗിച്ചത് എന്നാണ് വേടന്റെ വാദഗതി എന്ന് പറയുന്നത്. ചെന്നൈയിൽ വെച്ച് ഒരു ആരാധകൻ തന്ന വസ്തു ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത് എന്നായിരുന്നു വേടന്റെ മൊഴി. ഇക്കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് വേടന് ജാമ്യം നൽകിയത് എന്ന് ഈ ജാമ്യ ഉത്തരവ് വ്യക്തമാക്കുന്നു. പ്രദീപ് ജോസഫാണ് ജാമ്യ ഉത്തരവിലെ കോടതിയുടെ സുപ്രധാനമായ കണ്ടെത്തലുകൾ എന്ന് പറയാൻ കഴിയുന്ന നിരീക്ഷണങ്ങൾ.